ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Red carpet. Stay tuned for your favorite celebrity. Hi, hello, very good evening and welcome to Red Carpet on Astraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം എന്ന റെഡ് കാർപ്പറ്റിൽ കൂടെയുള്ളത് RJ അനൂഷാണ് കേട്ടോ. അപ്പോൾ നമ്മളെ എല്ലാ സൺഡേസിലും ഈവനിങ്ങിലും നമ്മുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വിശേഷങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നൊരു ഇന്റർവ്യൂ ചെയ്യുന്ന പ്രോഗ്രാമാണ് നമ്മുടെ റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ആ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് സെലിബ്രിറ്റി ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ലിസണേഴ്സും കാത്തിരിക്കുകയായിരിക്കും. എന്തായാലും ഇന്നത്തെ ഈ ഒരു റെഡ് കാർപ്പറ്റ് ഈ ഒരു 2 മണിക്കൂർ നേരം സംഗീത സാന്ദ്രമാക്കാനായിട്ട് ഒരു പാട്ടുകാരനെയുമായിട്ടാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. വേറെ ആരുമല്ല, മഴവിൽ മനോരമയിലെ സൂപ്പർ 4 സീസൺ 2 സെമി ഫൈനലിസ്റ്റ് ആയിട്ടുള്ള ആദിത്യ ദേവ് നാരായണനാണ് ഇന്ന് റെഡ് കാർപ്പറ്റിൽ നമ്മളോടൊപ്പം ചേരുന്ന ആ ഒരു സ്പെഷ്യൽ ഗസ്റ്റ്. വെൽക്കം ചെയ്യാം ആദിത്യനെ. ഹലോ ആദിത്യൻ. ഹലോ ചേച്ചി. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഓ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോ നമ്മുടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇന്നത്തെ ഈ ഒരു റെഡ് കാർപ്പറ്റ് സംഗീത സാന്ദ്രമാക്കാനായിട്ട് ഒരു പാട്ടുകാരനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പാട്ടൊക്കെ പാടിത്തരാൻ റെഡി അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഞങ്ങള് മൊത്തം 3 പേരാണ്. 3 പേരാണ്. ഓക്കെ. അച്ഛനമ്മ, ചേട്ടൻ വീട്ടിലില്ല, അബ്രോഡാണ്, കാനഡയിലാണ്. നഴ്സിംഗ് പഠിക്കുന്നു. ഓക്കെ. അപ്പോ ആദ്യത്തെ ഇപ്പൊ കറന്റ്ലി ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? പാട്ടിന്റെ പുറകെ അങ്ങ് നടക്കുകയാണോ? അതെ, പാട്ടാണ് നമ്മുടെ മെയിൻ. പാട്ടില്ലാണ്ട് പറ്റൂല. അപ്പോ ആക്ച്വലി ഞാൻ ഡിഗ്രി മ്യൂസിക് തന്നെയാണ് ചെയ്തത്. തൃപ്പൂണിത്തുറ RLV. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തതിനപ്പുറം അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഡിപ്ലോമ എടുത്തിരുന്നു. അത് പാട്ടുമായിട്ടൊരു ബന്ധമില്ല. ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ്. അച്ഛൻ GM ആണ്, ഹോട്ടൽ മാനേജ്മെന്റിലെ മാനേജറാണ്, ഇവിടെ ഗ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്ന ഹോട്ടൽ. അടിപൊളി. കൊച്ചിലെ തൊട്ട് ഫുഡ് പരമായിട്ടുള്ള ഭയങ്കര ഇഷ്ടമാണ് കാര്യങ്ങൾ. അങ്ങനെ പറയാം. അപ്പൊ അങ്ങനെ ഫുഡ് പ്രൊഡക്ഷന്റെ ഒരു കോഴ്സ്, ഡിപ്ലോമ കോഴ്സ്, അത് ചെന്നൈയിലായിരുന്നു. അത് കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും ഞാൻ തിരിച്ച് പൂർവാധികം ശക്തിയോടെ ബാറ്റിലെത്തിയിരിക്കുകയാണ്. അതെ, കളത്തിലങ്ങ് വന്നിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുകയാണല്ലേ? അതെ, പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ റീസെന്റ് ആയിട്ട് ഞാനൊരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്തു, മ്യൂസിക്കൽ ബാൻഡ്. ബാൻഡിന്റെ പേര് മൽഹാർ മ്യൂസിക് ആണ്. അത് ഞാനൊരു റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നു, സൂപ്പർ 4 സീസൺ 2 എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ അമിതാവ് എന്ന് പറയുന്ന അവനും സെമി ഫൈനലിസ്റ്റ് തന്നെയാണ്, കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ബാൻഡ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. എന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? നമ്മുടെ ലോഞ്ച് മാർച്ച് 1-നായിരുന്നു. ഈ കഴിഞ്ഞ മാർച്ച് 1-ാം തീയതി. കഴിഞ്ഞ മാർച്ച് 1-നായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ അത് കുഴപ്പമില്ലാണ്ട് ദൈവം അനുഗ്രഹിച്ച് നല്ല രീതിക്ക് പോകണം. ഇനിയും ഉയർന്നു വരട്ടെ കേട്ടോ. നമ്മളുടെയും ഒരു പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകും. സൂപ്പർ 4 എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് ആദി ആക്ച്വലി ലോകമൊട്ടാകെ അറിയപ്പെടുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു തരംഗമായിട്ട് മാറുന്നത് എന്ന് വേണമെങ്കിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നല്ലേ? ശരിക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരാനുള്ള ഒരു മോട്ടീവ് തന്നത് ആരാണ്? മോട്ടീവ് എന്ന് പറയാൻ ആക്ച്വലി കുഞ്ഞിലെ തൊട്ട് ഞാൻ പാട്ട് പഠിക്കുന്നത്, എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര മടിയായിരുന്നു കൊച്ചിലെ. അപ്പോ എന്റെ അമ്മാവൻ, അതായത് അമ്മയുടെ ചേട്ടൻ ആണ് എന്റെ ഗുരു. ഞാൻ പുറത്ത് വേറെ പഠിക്കാൻ പോയിട്ടില്ല, എനിക്ക് ഇഷ്ടമല്ല. അപ്പോ ആള് തന്നെയാണ് കൊച്ചിലെ മുതലേ ഇങ്ങനെ ഓരോ ഓഡീഷൻസിനും. പിന്നെ വീട്ടിൽ നിന്ന് ഭയങ്കര കട്ട സപ്പോർട്ടാണ്. ആണല്ലേ? നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലെന്നേ ഉള്ളൂ, വീട്ടിൽ നിന്ന് ഫാമിലി ഫുള്ള് ഭയങ്കര സപ്പോർട്ടായിരുന്നല്ലേ? ഇൻട്രസ്റ്റ് ഇല്ലായ്മയല്ല, ഞാൻ അത്ര സീരിയസ് ആയിട്ട് നേരത്തെ എടുത്തിട്ടില്ലായിരുന്നു. ചെറിയൊരു ചമ്മലും മടി അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അങ്ങനെ ഇവരാണ് എന്നെ ഇങ്ങനെ പുഷ് ചെയ്ത് ഓരോ മത്സരത്തിന് കൊണ്ടുവന്ന കോമ്പറ്റീഷൻ, കലോത്സവം ആണെങ്കിലും പിന്നെ ഈ ഓഡീഷൻസിനാണെങ്കിലും അങ്ങനെ ഒരു തവണ അയച്ചു. എന്തോ ഒരു ഭാഗ്യത്തിന് അന്ന് കൊറോണ ടൈം ആയിരുന്നു. അപ്പം നേരിട്ടുള്ള ഓഡീഷൻസ് കുറവായിരുന്നു. അങ്ങനെ ഓൺലൈൻ വഴി അവര് വിളിച്ചു. പിന്നീട് ലാസ്റ്റ് ഫൈനൽ ഓഡീഷന് പോയി. അങ്ങനെ എന്തോ ഭാഗ്യം അങ്ങനെ കിട്ടി. അതിൽ പിടിച്ചങ്ങ് കേറി വന്നു. ആക്ച്വലി ആദിത്യ ദേവ് നാരായണൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ഒരു പാട്ടെന്ന് പറയുന്നത് നമ്മുടെ ഉലക നായകൻ കമൽഹാസൻ സാറിന്റെ ഒന്നേ കാണാതെ, ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആണ്. ആ ഒരു പാട്ടിലൂടെയാണ് ആദി ആക്ച്വലി കുറച്ചുകൂടി അങ്ങ് ഫെയിം ആയിട്ട് മാറിയത് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ. ആ ഒരു പാട്ട് ഞാൻ ഇപ്പം ഫ്രീലാൻസ് ആയിട്ടാണെങ്കിലും ബാൻഡിന്റെ പരിപാടിയാണ്, എവിടെ ചെന്നാലും ആൾക്കാര് ഞാൻ പാടി കേൾക്കാനും ഇഷ്ടം ആ ഒരു പാട്ടാണ്. ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട്, മെസ്സേജ് ആണെങ്കിലും. അങ്ങനെ അത് യൂട്യൂബിൽ തന്നെ 1 മില്യൺ അടിച്ചിട്ടുണ്ടായിരുന്നല്ലേ? അതെ. ഓക്കെ. എനിക്ക് തോന്നുന്നു ആ ഒരു സൂപ്പർ 4-ൽ തന്നെ ഇത്രയും 1 മില്യൺ പോകുന്നതിൽ ചുരുക്കം ചില കണ്ടസ്റ്റൻസിന്റെ പാട്ടിലൊന്ന് ആദിയുടെ പാട്ടാണല്ലേ? ഓക്കെ. അപ്പോ നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ടൊന്ന് പാടാവോ 2 വരി? തീർച്ചയായിട്ടും. ഓക്കെ, പ്ലീസ്. അവർ നോക്കിന
எவ்வாறு நானுமே கண்ணாடி முன்னின்று பார்த்து கொண்டேன், ஒன்றாக செய்திட ஒரு 100 நாடகம் ஒத்திகை செய்து எதிர்பாராமலே அவன் ஓ பின்னிருந்து வந்து என்னை பம்பரமா சுழற்றி வைத்து உலகுண்ட பெருவாயில் என்ற வாயோடு வாய்ப்பதித்தான். இன்று பூலோகம் என்றொரு பொருளுள்ளது, உந்தன் பூங்கோதை மறந்தாலடி, உன்னை காணாது நான் இல்லையே, விதையில்லாமல் வேறில்லையே, நிதம் காண்கின்றவான் கூட நிஜமல்ல, இதம் சேர்க்கும் கனா கூட சுகமல்ல, நீ இல்லாமல் நான் இல்லையே. താങ്ക് യു. എന്റെ പൊന്നെ, എനിക്കൊന്നും പറയാനില്ല. കാരണം ആ പാട്ട് കേട്ടങ്ങ് ലയിച്ചിരുന്നു പോയി എന്ന് തന്നെ പറയണം. കാരണം ആ സംഗതികളുടെയൊക്കെ ആ ഒരു വരവ്, എന്റെ പൊന്നു, ഞാനിങ്ങനെ കേട്ടങ്ങ് തീരല്ലേ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അത് സത്യമായിട്ടും പറയുകയാണ്. കാരണം കേട്ടങ്ങ് ഇരുന്നു. എന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ് ഈ ഒരു ഉന്നെ കാണാമൽ എന്ന പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ സോങ് എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിനു മുന്നേ. അപ്പൊ എനിക്കിത് അത്ര, ഞാൻ ആദ്യ കോൺഫിഡന്റ് ആണോ ചോദിച്ചാൽ അന്ന് ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു ഒട്ടും. പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഇത് പഠിക്കണം എന്നുള്ള രീതിക്ക് അങ്ങനെ പഠിച്ചു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തോ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള. അതെ അതെ, ശരിക്കും പറഞ്ഞാല് ഈ ഒരു റെഡ് കാർപ്പറ്റ് ഇപ്പോ സംഗീത സാന്ദ്രം എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ് ഇപ്പൊ ശരിക്കും ഒരു സംഗീത സാന്ദ്രമായിട്ട് മാറി നിറഞ്ഞി ഇങ്ങനെ നിൽക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ആദി, ഏത് വർഷത്തിലാണ് ആക്ച്വലി സൂപ്പർ 4ലേക്ക് വരുന്നത്? കൊറോണ ടൈമിലാണല്ലേ? കൊറോണ ടൈം പകുതി ആയിരിക്കുന്ന സമയത്താണ്. ആ ഒരു ടൈമിലാണ് നമ്മുടെ റിയാലിറ്റി ഷോയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ സ്റ്റഡീസും പ്ലസ് ഈ പ്രോഗ്രാമും കൂടി മാനേജ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് സാധിച്ചത്? മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ അത്ര എഫേർട്ട് എടുത്ത് നിന്നിട്ടില്ലാതെ വേണം പറയാം. ആക്ച്വലി ഞാൻ ഡിഗ്രി പഠിക്കണ, ഞാൻ പറഞ്ഞല്ലോ തൃപ്പൂണിത്തുറയില് മ്യൂസിക് BA വോക്കൽ പഠിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഓഡീഷന് പോയി കിട്ടുന്നത്. അവിടുത്തെ ടീച്ചർമാർ, എന്നെ അറിയാവുന്ന മിസ്സുമാരും സാറുമാർക്കൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായി. എന്നാൽ പോലും അന്ന് കൂടുതലും ഓൺലൈൻ ക്ലാസ് ആയത് പിന്നെ എനിക്ക് കുറച്ച് സാഹചര്യം അനുകൂലമായി. കാരണം കോളേജിൽ പോകണ്ടായിരുന്നു, അതൊരു ഭാഗ്യം തന്നെയായിരുന്നല്ലേ. അറ്റൻഡ് ചെയ്താൽ തന്നെ മതിയായിരുന്നു. അറ്റൻഡൻസിന് വേണ്ടി ഒരു ഇതുണ്ടല്ലോ, കോളേജ് റൂൾസ് വെച്ചിട്ട് എക്സാം എഴുതണമെങ്കിൽ ഇത്ര പെർസെന്റേജ് വേണം എന്നുള്ള ഇതുള്ളത് കൊണ്ട് പിന്നെ സാറുമാരും ഇതൊക്കെ അവര് ഒരു വിധത്തിൽ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ രണ്ടും കൂടെ ക്ലാഷ് ആവാണ്ട് പോയി ഒരു വിധത്തിൽ പോയി. അതുമല്ല, ആ കോളേജിന് തന്നെ ഒരു അഭിമാനമാണ് അവിടെ പഠിക്കുന്ന ഒരു കുട്ടി ഇതുപോലൊരു റിയാലിറ്റി ഷോയിൽ വരിക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും ആകണം. കാരണം വേറൊരു കോളേജ് പോലെ അല്ല അത്. അതിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കോളേജില് വേറെ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ള കോളേജിലാണെങ്കിൽ പ്രശ്നമില്ല. ഇത് അവിടെയുള്ള മിക്കവരും പാട്ടുകാരാണ്. അപ്പൊ എല്ലാരും നന്നായിട്ട് പാടുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എല്ലാരും നല്ല സപ്പോർട്ടാണ്. എല്ലാരും നല്ല ഒത്തിരി നല്ല കുറെ കമ്പനി കൂട്ടുകാരെ കിട്ടി. മ്യൂസിക് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായി. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ സൂപ്പർ 4 വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഉണ്ടായ മാറ്റം ആദിയുടെ പാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ബിഹേവിയറിലാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞു അധികം ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിന് ശേഷം സ്വയം എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ചേച്ചി. അതായത് ഇപ്പൊ പാട്ട് വൈസ് ആണെങ്കിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പാടുന്ന രീതി, ഇത് ഒരു ലിറിക്ക് മനസ്സിലാക്കി പാടുക, അല്ലെങ്കിൽ ഇവിടെ സ്പേസ് ഇടണം, അവിടെ ബ്രീത്ത് എടുക്കണം, അങ്ങനത്തെ കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ സ്റ്റേജ് ഫിയർ എന്നുള്ളൊരു സംഭവം ഉണ്ട് എങ്കിൽ പോലും അത് മാനേജ് ചെയ്യാൻ ഏറെക്കുറെ പഠിച്ചു എന്നാണ് പറയാം. ആണല്ലേ? ആക്ച്വലി ഈ ഒരു പാട്ടുകാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാട്ടുകാരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ പാട്ട് മാത്രമല്ല പ്ലസ് പെർഫോമൻസും കൂടി മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വന്നപ്പോൾ ശരിക്കും എങ്ങനെയാണ് അത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ അത് മാനേജ് ചെയ്തു? അത് ഇപ്പോ അങ്ങനത്തെ വലിയ പ്രശ്നമില്ല. ആ ഒരു ടൈമില്
അതായത് പുറത്ത് ഞാനിപ്പം റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ട് ഒരു ഷോ ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് അതൊരു ചെറിയൊരു പ്രഷർ തരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ അവിടെ വരുന്ന ഒരു ഒട്ടുമിക്ക ആൾക്കാർക്ക് എന്നെ പേര് ഇത് അറിയാം, ആദിത്യദേവ് എന്നുള്ളത് അറിയാം, പിന്നെ പാട്ട് കേട്ടാൽ ഉറപ്പായിട്ടും അറിയാൻ പറ്റും. അപ്പം ആ ഒരു പ്രഷർ അപ്പൊ ഞാൻ അത് കീപ്പ് ചെയ്യണമല്ലോ. ഞാൻ ഷോ കഴിഞ്ഞ് വന്ന ആളാണ്, അത് തീർച്ചയായിട്ടും എനിക്ക് അതിന്റെ ഒരു ഇതുണ്ട്. എന്നാൽ പോലും അങ്ങനെ ഒന്ന് സ്റ്റാർട്ടിങ്ങിന്റെ ഒരു പ്രശ്നമുള്ളൂ. ഒന്ന് തുടങ്ങി കിട്ടിയാൽ പിന്നെ നമ്മൾ പൊളിക്കും. തുടങ്ങി ഒന്ന് കിട്ടിയാൽ മതി. അതുവരെ ഒരു ചെറിയ ചമ്മലും നാണമൊക്കെ ആയിട്ട് നിൽക്കും. തുടങ്ങി അങ്ങ് കളത്തി കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവല് ബ്ലാസ്റ്റ് എന്നൊക്കെ പറയുമല്ലേ. അതെ അത്രേ ഉള്ളൂ. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നേരത്തെ അതൊരു ചെറിയൊരു ഇതായിരുന്നു, പിന്നെ അത് തന്നെ ഞാൻ മാറിയത് എനിക്ക് മനസ്സിലായി. അങ്ങനെ എന്നിട്ട് കാര്യമില്ല. അതെ അതെ അതെ, നമ്മൾ സ്വയം മാറണം, എന്നാലേ നമുക്ക് ഈ ഒരു ഫീൽഡിൽ തന്നെ പിടിച്ചു നിൽക്കാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് ഉയർന്നു വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോ ആദി, ഈ സംഗീതമാണ് ഫ്യൂച്ചർ എന്ന് എപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്? ആക്ച്വലി ചേച്ചി, ഞാൻ +2 കഴിഞ്ഞിട്ട് അപ്പൊ ആ ഒരു ടൈമിലൊക്കെ ഞാൻ കലോത്സവം പോവും, സ്റ്റേറ്റ് കലോത്സവത്തിനൊക്കെ പോവും, അങ്ങനെ ഗ്രൂപ്പ് സോങ്, ഇൻഡിവിജ്വൽ സോങ്സിന് എല്ലാം പോവും. പക്ഷെ ഇതൊരു പാഷനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. പക്ഷെ അതില്ലാണ്ട് പറ്റൂല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് അന്ന് ഞാൻ എത്തിയിട്ടില്ല. ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ എന്താണെങ്കിലും ഒരു പ്രൊഫഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഒരു പേഴ്സണൽ ആയിട്ട് കാര്യം ചെയ്യുമ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതില് ആ ഒരു ചെറിയ കൺഫ്യൂസ്ഡ് ആയിരുന്നു ആദ്യമേ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞു, പിന്നെ ഞാൻ വേറൊരു കോഴ്സ് പോയെന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ ഒക്കെ ആണെങ്കിലും വേറെ ഏതിന് ഞാൻ പോയെന്ന് പറഞ്ഞാലും ഒരു സാറ്റിസ്ഫൈഡ് ആവൂല. അത് എത്ര ഇൻകം കിട്ടുന്ന ജോലിയാന്ന് പറഞ്ഞാലും പാട്ടില്ലാണ്ട് പറ്റൂല. അത് കാരണം പിന്നെ ഇനി ഒരു വിട്ടുവീഴ്ച ഇല്ല. പാട്ട് കാണും, കൂടെ സൈഡില് എന്റെ ഓരോ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നടക്കണം. പാട്ടാണ് മെയിൻ. അപ്പൊ ആദ്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ പാട്ടാണ് മെയിൻ എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാൻ പറ്റൂല. അതായത് നമ്മുടെ ഒരു ജോബ്, അതായത് ഇപ്പൊ ഒരു മ്യൂസിക് ടീച്ചർ, ആ ഒരു ലെവലിലേക്ക് ഇൻട്രസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല? ഇൻട്രസ്റ്റ് ഉണ്ട്. എനിക്ക് ഒത്തിരി വേക്കൻസീസ് വന്നു. പക്ഷെ ആക്ച്വലി എനിക്ക് മ്യൂസിക്കില് എന്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ എന്തായി തീരണം എന്ന് ചോദിച്ചാൽ എനിക്കൊരു പ്ലേ ബാക്കിംഗ് നല്ല രീതിക്ക് ഒരു പോപ്പുലർ ആയിട്ട് ആകണം എന്നുണ്ട് ഒരു സൈഡിൽ. അതേപോലെ തന്നെ ഒരു മ്യൂസിക് ഡയറക്ഷൻ ഒറിജിനൽസ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ അതിന് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ അതാണ് എന്റെ ഒരു ഇപ്പൊ ഉള്ളൊരു എനിക്ക് കറന്റ്ലി ആയിട്ടുള്ള പാടുന്നത്. അപ്പൊ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യുക, എന്നാലേ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ് എനിക്കിപ്പോ മനസ്സിലാകുന്നത്. അപ്പൊ ആ ഒരു ലൈനിലാണ് ഞാൻ ഇപ്പൊ പോകുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പൊ നിലവില് അതായത് സൂപ്പർ 4 കഴിഞ്ഞിറങ്ങിയ ടൈമിലാണെങ്കിലും എന്തെങ്കിലും ഓഫേഴ്സ് വല്ലതും വന്നായിരുന്നോ? വന്നു ഒരുപാട് ഓഫേഴ്സ് വന്നിരുന്നു. പക്ഷെ ഞാൻ അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ എന്റെ കുറച്ച് മെന്റലി ആയിട്ടുള്ള ഫിനാൻഷ്യലി പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായി. അപ്പോ അതിന്റെ ഇതായിട്ട് എനിക്ക് അന്ന് അത് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോ ചെറിയൊരു ഡയറക്ഷൻ, ഒരു ദിശ ഒന്ന് ചെറുതായിട്ട് മാറിപ്പോയി. അതിന്റെ കുറച്ച് ഇതായി. പിന്നെ വീണ്ടും അതാണ് ഞാൻ പറഞ്ഞ പൂർവാധിക ശക്തിയുടെ വീണ്ടും ആക്ച്വലി പാട്ട് പാടാനാണോ കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ കമ്പോസ് ചെയ്യാനാണോ കൂടുതലും താല്പര്യം? കമ്പോസ് ചെയ്യാന്ന് ചോദിച്ചാല് ഇടയ്ക്ക് ഇങ്ങനെ എവിടെങ്കിലും ഇരിക്കുമ്പോ ഓരോ ടൂൺ ഇങ്ങനെ മനസ്സിൽ വരും. പക്ഷെ അതിലേക്ക് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്റ്റേജ് ആയിട്ടില്ല. ആക്ച്വലി എനിക്ക് കുറെ പഠിക്കാനുണ്ട്, കുറെ കാര്യങ്ങൾ അതിനെ കുറിച്ച് അറിയാനുണ്ട്, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പൊ പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഏതൊരു എടുത്താ പൊങ്ങാത്ത പാട്ടാണെങ്കിലും ഞാൻ, അതായത് അങ്ങനെ പറയണതല്ല, എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എടുത്താ പൊങ്ങാത്ത എന്തൊരു പാട്ടാണെങ്കിലും എനിക്ക് പെട്ടെന്ന് പാടാൻ പറ്റാത്തൊരു പാട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പഠിക്കാൻ. അതെ, ചലഞ്ചിങ് ആയിട്ടുള്ള പാട്ടുകൾ. അതാണ് എനിക്ക് അതൊരു വാശിയായിട്ട് തോന്നും. പിന്നെ കുത്തിയിരുന്ന് ഞാൻ പഠിക്കും. എങ്ങനെങ്കിലും അത് പഠിച്ചാലെങ്കിലേ എനിക്ക് ഫുഡ് പോലും കഴിക്കാൻ തോന്നുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പാട്ട് പാടാണ്ട് ഇരിക്കാൻ പറ്റൂല. ഇപ്പൊ ഞാൻ ഒരു ഡയറക്ഷൻ ചെയ്താൽ പോലും ടീച്ചറില് പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കും. അത് പാടാണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതെ, ഏതോ ഒരു മഹാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ റിസ്ക് എടുത്താൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുന്നുള്ളത്. അതായത് ഇപ്പോ ആദിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പാട്ടിന്റെ കേസിലാണെങ്കിൽ ഒരു റിസ്ക് തന്നെയാണ്, ഒരു ടഫായിട്ടുള്ള ഒരു പാട്ട് എടുത്ത് പഠിച്ചു പാടുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആദി, ആക്ച്വലി ഏത് ടൈപ്പ് ഓഫ് പാട്ട് പാടാനാണ് കൂടുതലും താല്പര്യം? അതായത് ഇപ്പോ ഫാസ്റ്റ് ആയിട്ടുള്ള സോങ്സിനോടാണോ താല്പര്യം, അല്ലെങ്കിൽ മെലോഡിയസ് ആയിട്ടുള്ള സോങ്സിനോടാണോ, അല്ലെങ്കിൽ ക്ലാസിക്കൽ ടച്ച് വരുന്ന സോങ്സിനോടാണോ താല്പര്യം കൂടുതൽ? താല്പര്യം എന്ന് പറയുമ്പോൾ ഞാൻ ബേസിക്കലി ഒരു കർണാട്ടിക് സിംഗർ ആണോ എന്ന് ചോദിച്ചാൽ അത് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റൂല. ഞാൻ പഠിക്കുന്നത് കർണാട്ടിക് മ്യൂസിക് ആണ്. അപ്പൊ എനിക്ക് ഒരു ചെറിയൊരു
ചായ ഉള്ളത് കർണാട്ടിക് മ്യൂസിക്കിലാണ്, ക്ലാസിക്കൽ. പക്ഷെ എല്ലാ പാട്ട് പാടാൻ ഇഷ്ടമാണ്, താല്പര്യമാണ്. ഇപ്പൊ എല്ലാ ജോണറിലും ഫാസ്റ്റ് സോങ് ആണെങ്കിലും ഇപ്പൊ വെസ്റ്റേൺ കൾച്ചറിലുള്ള സോങ് ആണെങ്കിലും മെലഡി ആണെങ്കിലും ആ ഒരു മൂഡിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്ത് പാടാൻ എനിക്ക് ഇഷ്ടമാണ്. അത് ഇന്ന് താല്പര്യം എന്നുള്ളതില്ല. പക്ഷെ കുറച്ചുകൂടെ ഞാൻ എപ്പോഴും കംഫോർട്ടായിട്ട് എനിക്ക് എത്ര ധൈര്യത്തോടെ എനിക്ക് പാടാൻ പറ്റും. ഇപ്പം ഒരു മടിയില്ലാണ്ട് എനിക്ക് തകർക്കാം എന്നുള്ള ഒരു എനിക്ക് കോൺഫിഡന്റ് ഉള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഈ കർണാട്ടിക് തന്നെയാണ്. ഞാൻ പഠിച്ചുകൊണ്ടാകണം. പക്ഷെ എല്ലാം പാടാൻ ഇഷ്ടമാണ്, എല്ലാം പാടുകയും ചെയ്യും. അത് കുറച്ചുകൂടെ എനിക്ക് പഠിക്കാൻ സമയം എടുക്കും ചിലപ്പോൾ പല ജോണർ. പക്ഷെ ഇഷ്ടമാണ്, എല്ലാം പാടാൻ ഇഷ്ടമാണ്. അങ്ങനെ ഇന്നതേ പാടുള്ളൂ എന്നില്ല. എന്നാലും കുറച്ചുകൂടി ടഫ് അല്ലെങ്കിൽ വലിയ താല്പര്യം കൊടുക്കാത്ത ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് സോങ്സ്, അതായത് ഫാസ്റ്റ് സോങ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ റാപ്പ് അതിനോടൊക്കെ എങ്ങനെയാണ് ഇൻട്രസ്റ്റും താല്പര്യം? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റാപ്പ്. ഇപ്പൊ നമ്മുടെ ഈ കുറച്ച് അടുത്തായിട്ടുള്ളൂ നമ്മുടെ മലയാളം റാപ്പേഴ്സ് കൂടുതൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ തന്നെ റാപ്പേഴ്സ്. അതെ അതെ അതെ, ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. അതെ, അങ്ങനെ എന്തെങ്കിലും വെറൈറ്റീസ് വരണം. അതാണ് സത്യം പറഞ്ഞാൽ ഞാനും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. കാരണം കേട്ട സാധനം തന്നെ വീണ്ടും ചെയ്യാണ്ട് എന്തെങ്കിലും പുതുമ കൊണ്ടുവന്നാലേ ആൾക്കാരിലേക്ക് അത് കൂടുതൽ എത്തുള്ളൂ, അത് അവര് ഏറ്റെടുക്കുള്ളൂ എന്നുള്ളതാണ് അതിന്റെ കാര്യം. എല്ലാം ഇഷ്ടമാണ്, റാപ്പ് എല്ലാം ഇഷ്ടമാണ്, ഈ ക്ലാസിക്കൽ ഇഷ്ടമാണ്. എല്ലാ മ്യൂസിക്കിനും അതിന്റേതായിട്ടുള്ള ഒരു ഡിഗ്നിറ്റിയും കാര്യങ്ങളുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതെ. അപ്പോ ആദ്യം ഏതെങ്കിലും റാപ്പ് സോങ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ജസ്റ്റ് പാടി നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഇത് കേൾക്കുമ്പോ കൂടെ പാടും കേൾക്കും എന്നല്ലാണ്ട് അത് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു റാപ്പ് ചെയ്യണം അല്ലെങ്കിൽ അത് പാടണം അങ്ങനെ ഇതുവരെ തോന്നിട്ടില്ല. പക്ഷെ ഇഷ്ടമാണ്, പാട്ട് കേൾക്കുമ്പോ ഇഷ്ടമാണ്, ഒരുപാട് കേൾക്കും. അങ്ങനെ ആക്ച്വലി ഒരു കർണാട്ടിക് സിംഗറിന് ഒരു റാപ്പിലേക്ക് ഒന്ന് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ടഫായിട്ട് തോന്നാറുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കർണാട്ടിക് ഇത്രയും നാളും പഠിച്ചു പാടി വന്ന ഒരു വ്യക്തി പെട്ടെന്ന് റാപ്പിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം എന്ന് പറയാനായിട്ട് ഫീൽ ചെയ്യാനായിട്ട് അത് ഓരോ ആൾക്കാരെ ബേസ് ചെയ്തിരിക്കും ചേച്ചി ഒന്നാമത്തെ കാര്യം. അതായത് ഇപ്പൊ ചിലർക്ക് കർണാടക പഠിക്കുന്ന ആൾക്കാർക്ക് അതായത് ആ ഒരു വഴി തന്നെ പോണ ആൾക്കാർക്ക് പറയുന്ന പോലെ റാപ്പ് തന്നെ ആകണം എന്നല്ല, ഈ മൂവി സോങ്സ് ഇഷ്ടപ്പെടുക അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട്. കുറ്റമായിട്ട് പറയാനല്ല, പക്ഷെ അത് പേഴ്സണലി അവരുടെ ചോയ്സ് ആണല്ലോ, അവർ ഇഷ്ടപ്പെടണം വേണ്ട എന്നുള്ളത്. ഞാനൊരു സിംഗർ അല്ലെങ്കിൽ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളെ എന്ന രീതിക്ക് പറയുമ്പോൾ എല്ലാ മ്യൂസിക്കിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. അത് ആ ഒരു ലെവലിൽ തിങ്ക് ചെയ്താൽ മാത്രമേ അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനൊരു കർണാട്ടിക് സിംഗർ ആണ് എന്നുള്ള ഒരു ഇതിൽ ഞാൻ വേറൊരു പാട്ട് കേൾക്കുമ്പോൾ എനിക്കത് ഒരിക്കലും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. കാരണം ഞാൻ പഠിച്ച സാധനവും ഞാൻ പാടാൻ പ്രാക്ടീസ് ചെയ്തോ ഇത്ര വർഷമായിട്ട് ചെയ്യുന്നതോ ഇതല്ല, ഞാനത് ഉൾക്കൊള്ളൂല എന്നുള്ള ഒരു ഭാവത്തോടാണെങ്കിൽ നമുക്ക് ഒരു ജോണറും ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അത് അറിവാണ്. നമ്മളിപ്പോ ഈ കർണാട്ടിക്കിലുള്ള പോലെ തന്നെ പല ജോണറും കേൾക്കണം, ഒത്തിരി പാട്ട് കേൾക്കണം. കേൾവി എന്ന് പറയുന്നത് ഭയങ്കര ഒരു എല്ലാ കാര്യത്തിനും നമുക്ക് അറിവ് നൽകുന്ന കാര്യം. കേട്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യം പഠിക്കാൻ പറ്റും. അപ്പൊ പല ജോണറും കേൾക്കണം. ആ കേട്ട് നമുക്ക് അത് ഇഷ്ടപ്പെട്ടുള്ളൂ, അത് ഇങ്ങനെയാണ് എന്നുള്ള അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ. അപ്പോഴേ നമുക്ക് അത് ഇഷ്ടപ്പെടാൻ തുടങ്ങുള്ളൂ. അതാണ് അതിന്റെ ബേസ്. എന്താണെന്ന് പറഞ്ഞാലും ഇപ്പൊ ഞാനൊരു പാട്ട് കേട്ടു അല്ലെങ്കിൽ ഞാനൊരു പാട്ട് ചെയ്തു, ചേച്ചിക്ക് ഇഷ്ടപ്പെടണോ വേണ്ടേ എന്നുള്ളത് ചേച്ചിയുടെ ചോയ്സാണ്. ഞാനിത് ചെയ്യും, അതുകൊണ്ട് ചേച്ചി ഇഷ്ടപ്പെട്ടേ പറ്റുള്ളൂ എന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോ ആദ്യം ഇപ്പൊ ഒരു പാട്ട് പാടാൻ പറഞ്ഞാല് ഏത് പാട്ടായിരിക്കും പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുക? പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു മലയാളം മെലഡിയാണ്. ഒരു അടിപൊളി മെലഡിയാണ്, എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് പറയാം. ഇപ്പൊ ഞാൻ എവിടെ പോയാലും ആക്ച്വലി ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് അയച്ചു ചോദിക്കും, ഒരു പാട്ട് പാടിത്തരൂ, ഒരു പാട്ടയക്കോ, ഒരു വോയിസ് അയക്കോ. അപ്പൊ ആദ്യം എന്റെ വായില് വരുന്ന ഒരു 3-4 പാട്ട് കാണാം. അതിലൊരു പാട്ടാണ് വിദ്യാസാഗർ സാർ വിദ്യാജി ചെയ്ത ഒരു പാട്ടാണ്, അടിപൊളി പാട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ആദിയുടെ വക ഒരു അടിപൊളി പാട്ട് നമ്മുടെ ആശ്രയ FM 90 ലിസണേഴ്സിന് വേണ്ടിയിട്ട് ആദി പാടിക്കോളൂ. മഴവിരലിൻ ശ്രുതി മണലിലാരുവരി എഴുതുമോ ഇനി ഒരു ജലകണം പകരുമോ ഇനി ഒരു നറുമൊഴി അതുമതിനി ഈരൻ കാറ്റിൽ പാരി ജീവോന്മാദം ചുടി പോരു പൂവിതലേ നിലാമലരെ പ്രഭാകിരണൻ വരാറായി സുഗന്ധം മാറട്ടെ മരന്തം തീരല്ലേ കെടാതെ നാളമേ
നാളമേ പാടൂ നീ നിലാമലരെ നിലാമലരെ പ്രഭാകിരണൻ വരാറായി. താങ്ക് യു. യെസ്, അതെ, ഗംഭീരം കേട്ടോ. ഈ കർണാട്ടിക് പഠിച്ചത് കൊണ്ടാണ് ഈ സംഗതികളുടെ ഒരു വരവെന്ന് പറഞ്ഞാൽ ഇപ്പോ സംഗതികളുടെ ആറാട്ടം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി എന്താണ് നെക്സ്റ്റ് പരിപാടീസ് എന്ന് പറയുന്നത്? ഫ്യൂച്ചർ പ്ലാൻസ് എനിക്ക് അങ്ങനെ ഒരു വ്യക്തമായ പ്ലാൻ കൊണ്ട് നടക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതെ, വരുന്ന പോലെ വരട്ടെ, ആ ഒരു ഫ്ലോയ്ക്ക് ഗോ വിത്ത് ഫ്ലോ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ, അങ്ങനെ പോകുന്ന ഒരാളാണോ? അതത്രേ ഉള്ളൂ. അതായത് ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴുള്ള ഒരു നിരാശയുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമല്ല. ഓക്കെ ഓക്കെ. ബേസിക്കലി അതാണ്. പിന്നെ പ്ലാൻസ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. അതായത് നമുക്കൊരു ഐഡിയ ഉണ്ട്. അതായത് ഞാനിപ്പോ റീസെന്റ് ഞാൻ പറഞ്ഞല്ലോ ഒരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറെ പുതിയ ഐഡിയാസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എന്റെ ചേട്ടൻ എന്ന് വേണം പറയാം. ചേട്ടന്റെ സ്ഥാനമാണ് അത്. എന്റെ ബ്രദർ, ഒരു ഫ്രണ്ട്, എല്ലാം കൂടെ ആയിട്ടുള്ള ഒരാളാണ്. ഹരികൃഷ്ണൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ആൾക്ക് ഇവിടെ ജിമ്മ് പുള്ളി ഓൺ ചെയ്യുന്നുണ്ട് സ്വന്തമായി. പുള്ളി ഫിറ്റ്നസ് ട്രെയിനറാണ്. പറയുന്ന റിമിറ്റോമിയുടെയും ബാബുരാജ് അവരുടെയൊക്കെ സെലിബ്രിറ്റീസിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന ആളാണ്. പുള്ളിയാണ് എനിക്ക് ഇതിന്റെ ഭയങ്കര സപ്പോർട്ട്. എടാ നീ ചെയ്യ് നമുക്ക് ബാക്കി നോക്കാം എന്നുള്ള ഒരു മൈൻഡില് ബാൻഡ് തുടങ്ങാനായിട്ട് സ്പാർക്ക് ഇട്ട് തന്നല്ലേ? അതെ, തീർച്ചയായും സ്പാർക്ക് ഇട്ട് തന്നു മാത്രമല്ല, ഇപ്പോഴാണെങ്കിൽ പോലും എനിക്കൊരു ഒരു കാര്യമുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞാൽ ഡബിൾ ഓക്കെയാണ് പുള്ളി. അതില് വേറെ ചോദ്യം ചോദിക്കില്ല, അത്ര സപ്പോർട്ടാണ്. അതെ, കട്ട സപ്പോർട്ടാണ്. പിന്നെ ഫാമിലി നല്ല സപ്പോർട്ടാണ് എല്ലാരും. അങ്ങനെ ഇപ്പം റീസെന്റ് ആയിട്ടുള്ള എന്റെ കുറച്ച് പ്ലാൻ എന്ന് പറഞ്ഞാല് ഇത് നല്ല രീതിക്ക് കൊണ്ടുപോകുക, പിന്നെ മുന്നോട്ട് കുറെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരിക എന്നുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഓൺ ക്രിയേഷൻസ് പോലെ മ്യൂസിക് പ്രൊഡക്ഷൻ പോലത്തെ കാര്യങ്ങളും അങ്ങനെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതേ ഉള്ളൂ. പക്ഷെ ഒരു ദിവസം ഞാൻ സെറ്റ് ചെയ്യല്ല. വീണ്ടും നമ്മൾ ഒരു ഇന്റർവ്യൂക്ക് വീണ്ടും ഒരു ഇന്റർവ്യൂ എടുക്കേണ്ടി വരും കേട്ടോ. ഇപ്പോ അതിന് വേണ്ടിട്ട് ഇപ്പൊ പാട്ടുകൾ ചെറുതായിട്ട് എഴുതി തുടങ്ങുക, അങ്ങനെ വല്ലതും ഈ ലിറിക്സ് ഒക്കെ എഴുതി കുറിച്ച് അങ്ങനെയൊക്കെ ഏതെങ്കിലും പ്ലാൻസിലേക്ക് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനായിട്ട് ഞാൻ ഇരുന്ന് ചെയ്തിട്ടില്ല. പിന്നെ പാട്ട് ചെയ്യണം, ഓക്കെ നാളെ ചെയ്യാം, അങ്ങനെ അങ്ങനെ ഒരിക്കലും വരില്ലല്ലോ ഇത്. അതെ. അതിങ്ങനെ നമ്മളിപ്പോ ചോറൊക്കെ കണ്ടിട്ട് അല്ലെ, ഫുഡ് കഴിച്ചിട്ട് കുറച്ചേരം ഇരിക്കുന്ന സമയത്ത് ചുമ്മാതെ ഫോൺ നോക്കി ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു ട്യൂൺ വരുന്നത്. ഇത് കൊള്ളാം. അപ്പൊ തന്നെ ഞാനത് നമ്മുടെ മൊബൈലില് സൗണ്ട് റെക്കോർഡർ ഉണ്ടല്ലോ, വോയിസ് റെക്കോർഡർ, അത് ചുമ്മാ മൂളി റെക്കോർഡ് ചെയ്തിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒത്തിരി വർക്കൗട്ട് ചെയ്യണം. ഉടനെ തന്നെ അതിന്റെ പണികളൊക്കെ തുടങ്ങണം എന്ന് കരുതുന്നു. അപ്പം അങ്ങനെ ഇടയ്ക്ക് ഓരോ ട്യൂണുകൾ വരും, ഇടയ്ക്ക് ഇങ്ങനെ മനസ്സിലോരോ ലിറിക്സ് ഇങ്ങനെ വരും. അപ്പൊ ഞാനത് എഴുതിയിടും, ഒരു ഫോട്ടോ എടുത്ത് വെക്കും. അങ്ങനെ ഉണ്ട്. അങ്ങനത്തെ ചെറിയ പരിപാടികളുണ്ട്. അപ്പൊ നമ്മൾ ഷോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു പാട്ട് കൂടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം പാടി തരണം. ഇന്നല്ലേ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഏത് പാട്ടാണ് ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ട് പാടാൻ പോകുന്നത്? ഞാൻ ആണെങ്കിൽ ഒരു മലയാളം മെലഡി പാടാം. ഓക്കെ, ഒരു നല്ല സോങ്. ഇത് പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സോങ് ആണ്. നമ്മുടെ എന്നും എപ്പോഴും എന്ന മൂവിയിലെ, മലയാളം മൂവി, മോഹൻലാൽ മഞ്ജു വാര്യർ അഭിനയിച്ച നിലാവുമായിരുന്നു എന്ന് ഹരിശങ്കർ പാടിയ ഭയങ്കര അടിപൊളി ഒരു മെലഡി. അത് ഞാൻ പാടാം. ഓക്കെ, പ്ലീസ് പാടിക്കോളൂ. നിശാനദിയിൽ വിഷാദികളാ ഒഴുകിയലേ വിനാഴികകൾ നിശൂന്യതയിൽ ഓരോമയുമാ ഒടുവിലിവിടെ നീ ശിലാലിപിയായി ചിതാധൂളിയായി നീ കിനാവിന്നു പാരി ചിതാധൂളിയായി നീ കിനാവിന്നു പാരി നിലാവും മായും ഒരേ കാന്തതാരം പോ നീക്കയാ തിരഞ്ഞൊന്നാക്കി കുയിൽ യാത്രയായി തിരിഞ്ഞൊന്നു നോക്കി കുയിൽ യാത്രയായി ചിരാതായി ഒലിഞ്ഞല്ലോ നീ
നിലാവും വായും ഒരേ കാന്തകാലം നീഖയാ. അത് അടിപൊളിയായിട്ട് പാടി. ചില പാട്ടുകൾ നമ്മൾ ഒറിജിനല് കേൾക്കുന്നതിനേക്കാൾ ഭംഗിയായിരിക്കും മറ്റേതെങ്കിലും സിംഗേഴ്സ് അതെടുത്ത് കവർ ചെയ്യുമ്പോഴൊക്കെ കേൾക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ ഇപ്പൊ കേട്ടപ്പോ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇനി ഈ പ്രോഗ്രാം കഴുകിയിട്ടൊന്ന് എനിക്ക് എടുത്തു വെച്ച് കേൾക്കണം കേട്ടോ. നന്നായിട്ട് പാടി. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. ഒരുപാട് നല്ല പാട്ടുകൾ പാടിത്തന്നു, ഒരുപാട് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തു. അപ്പോ ഇനിയും ഭാവിയിലേക്ക് നല്ലൊരു നിലയിൽ എത്തിച്ചേരട്ടെ. നമ്മുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഒപ്പം തന്നെ ഉണ്ടാകും. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇന്റർവ്യൂ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാനും അതിനെന്നെ വിളിക്കാനും എനിക്കൊരു അവസരം തന്നതിൽ ചേച്ചിയോടും ബാക്കി അതിന്റെ ബിഹൈൻഡ് വർക്ക് ചെയ്ത എല്ലാ ക്രൂവിനോടും ഒരുപാട് നന്ദി, സ്നേഹം പറയും. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ റെഡ് കാർപ്പറ്റ് ഇതാ വൈൻഡപ്പിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം സംഗീത സാന്ദ്രമായ ഒരു ഇന്റർവ്യൂവിലൂടെയായിരുന്നു നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. സൂപ്പർ 4 സീസൺ 2 സെമി ഫൈനലിസ്റ്റ് ആയിട്ടുള്ള ആദിത്യ ദേവ് നാരായണനായിരുന്നു നമ്മളോടൊപ്പം ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് സംഗീത സാന്ദ്രമായ ഈ ഒരു അഭിമുഖത്തിൽ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും പതിയെ ഞാനും ആദിദേവും സ്കൂട്ടാവുകയാണ്. ടാറ്റ ബൈ ബൈ പറയുകയാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. റെഡ് കാർപ്പറ്റ്, എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺ.